ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന്, മൊബൈൽ ഫോണിൽ നിന്നും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഏതെല്ലാമാണ്, അതുപോലെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറച്ച് പേർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, നമുക്ക് ഈ ഒരു ക്രാക്ക്ഡ് ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ക്രാക്ക്ഡ് ആയ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതായത് പല തേർഡ് പാർട്ടി സൈറ്റുകളിലെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്രാക്ക്ഡ് ആയ കുറച്ച് ആപ്ലിക്കേഷൻസ് എല്ലാം ലഭിക്കും. അതായത് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ട ആപ്ലിക്കേഷൻ എല്ലാം ലഭിക്കുമെങ്കിലും ഇതെല്ലാം തന്നെ നമ്മുടെ ചാനലെല്ലാം ഹാക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ജെന്യൂൻ ആയ മെത്തേഡിൽ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം താല്പര്യമുണ്ടെങ്കിൽ പെയ്ഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ലഭിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്. അതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നതിന് യൂട്യൂബ് തന്നെ നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് YT Create എന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസുകളിലെല്ലാം ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ലേറ്റസ്റ്റ് വേർഷൻ എല്ലാമുള്ള, അല്ലെങ്കിൽ വളരെ പഴയതല്ലാത്ത ഒരു ആൻഡ്രോയിഡ് വേർഷൻ എല്ലാമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ YT Create എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ സപ്പോർട്ട് ചെയ്യും. യൂട്യൂബ് തന്നെ നൽകുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്കത് ട്രസ്റ്റ് ചെയ്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതും അല്ലെങ്കിൽ മറ്റൊരു നല്ല വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഫ്രീ ആയി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് VN വീഡിയോ എഡിറ്റർ എന്നത്. VN വീഡിയോ എഡിറ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. നല്ല അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നത് കൊണ്ട് തന്നെ, അതിനാൽ തന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങിനെല്ലാം യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലായി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ കൂടിയാണിത്. അതായത് ഫ്രീ ആയി ലഭിക്കുന്നതിൽ ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് VN വീഡിയോ എഡിറ്റർ എന്നത്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേർ ഇത്തരത്തിൽ ഇൻഷോട്ട് എല്ലാം യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറേ അധികം മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിലും കുറേ ആപ്ലിക്കേഷൻ എല്ലാം ഇതിൽ നമുക്ക് വാട്ടർമാർക്ക് എല്ലാം ഉണ്ടാകും. അതായത് വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ടർമാർക്ക് എല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ പെയ്ഡ് എല്ലാം എടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഈ വാട്ടർമാർക്ക് എല്ലാം ഒഴിവാക്കാൻ സാധിക്കുക. ഇനി നിങ്ങൾ യൂട്യൂബിൻ്റെ തന്നെ ആപ്ലിക്കേഷനായ YT Create എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ ഇതിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി എല്ലാം ആക്സസ് ചെയ്ത് അതിലുള്ള മ്യൂസിക് എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായി അവിടെ നിന്ന് തന്നെ നൽകാനെല്ലാം സാധിക്കും. പലവിധ മറ്റു ആപ്ലിക്കേഷൻ എല്ലാമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾ ഇത്തരത്തിൽ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള ഈ മ്യൂസിക് എല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതായെല്ലാം വരാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ YT Create എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. നിങ്ങൾ മൊബൈൽ ഫോണിൽ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് ഇത് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്